15 വർഷവും വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാതെ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച UDF ഒരു ജോലിക്കാരിയായിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയായിട്ട്, അനുജത്തിയായിട്ട്, അല്ലെങ്കിൽ അമ്മയായിട്ട്, ചേച്ചിയായിട്ട് ഏത് രൂപത്തിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കും. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട്, ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന, ഇവിടുത്തെ കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന, കഴിഞ്ഞ 10-30 വർഷമായിട്ട് പൊതുപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു സ്ത്രീ പാലക്കാട് നിന്ന് പോയാൽ പോരെ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടിന്റെ മണ്ണിലാണ്. ആരുടെ കൂടെയാണെന്ന് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. BJPയുടെ ഝാൻസി റാണി എന്ന് ഓമന പേരിൽ വിളിക്കും നമ്മുടെ സ്വന്തം ശോഭ ചേച്ചിയോടൊപ്പമാണ്. നമുക്ക് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചേച്ചിയോട് ചോദിച്ചറിയാം. ചേച്ചി, എങ്ങനെ പോകുന്നു വിശേഷങ്ങളെല്ലാം? വളരെ സന്തോഷം. ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 13 വർഷം MLA ആകാൻ വേണ്ടി ഒരാൾക്ക് അവസരം കൊടുത്തു. അകാരണമായി പാലക്കാടിലെ ജനങ്ങളെ ഉപേക്ഷിച്ച് വടകരയ്ക്ക് വണ്ടി കയറി മറ്റൊരാളെ എവിടേക്ക് കൊണ്ടുവന്നു. 15 വർഷവും വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാതെ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച UDF. അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇവിടെ മത്സരം നടക്കുന്നത് തന്നെ UDFും BJPയും തമ്മിലാണ്. അത് കാലാകാലമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണ്. ആ വികസനമാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഇപ്പോൾ ഞങ്ങൾ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയും അവരുമായിട്ട് നല്ല ഇന്ററാക്ഷൻസ് നടത്തിക്കൊണ്ട് അവരുടെ കൂടി സജഷൻസിനെ എടുത്തുകൊണ്ടായിരിക്കും നമ്മളൊരു വികസന രേഖ, പാലക്കാടിന് മാത്രമായിട്ടുള്ള ഒരു വികസന രേഖ ഞങ്ങൾ അവതരിപ്പിക്കും. സംസ്ഥാന തലത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിനകത്തുള്ള പോയിന്റുകൾ അത് ഞങ്ങൾ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ലക്ഷ്യം വെക്കുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളതാണ്. ശ്രീമാൻ നരേന്ദ്രമോദിയും ശ്രീമാൻ അമിത്ഷാജിയും കേരളത്തിൽ വന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ നേർരേഖയിലൂടെ സഞ്ചരിക്കാനും നേർരേഖയിലൂടെ ചിന്തിക്കാനും രാജ്യ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി എത്ര കണ്ട് പദ്ധതികളാണ് കേരളത്തിലേക്ക് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് BJPയെ തിരിച്ചറിയണം എന്നുള്ള അവരുടെ ആ വാക്കിനെ ഹൃദയപൂർവ്വം പാലക്കാടിലെ ജനത സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ വിവിധങ്ങളായിട്ടുള്ള യാത്രകളിലൂടെ. പാലക്കാടിന്റെ ഭാവി സാരഥിയാണ്. അപ്പൊ പാലക്കാടിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത്, ഒരു MLA ആയി നിങ്ങളുടെ ശോഭ വിജയിച്ചു വരുമ്പോൾ അത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കില്ല, അത് പാലക്കാടിലെ ജനങ്ങളുടെ ശബ്ദമായിരിക്കും. ഏതു സമയത്തും അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ, അവരുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ ഒരു ജോലിക്കാരിയായിട്ട്, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയായിട്ട്, അനുജത്തിയായിട്ട്, അല്ലെങ്കിൽ അമ്മയായിട്ട്, ചേച്ചിയായിട്ട് ഏത് രൂപത്തിലും അവർക്ക് എന്നെ കാണാൻ സാധിക്കും. അവരുടെ വാക്കുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ BJP നേതൃത്വം നൽകുന്ന NDAക്ക് ഈ നാട്ടിൽ LDFന് ബദൽ BJP ആണ് എന്ന ബോധ്യം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ LDF അല്ല, UDF അല്ല, BJPക്ക് ഒരു ഭരണം കിട്ടിയാൽ BJP തുടർച്ചയായിട്ട് ആ ഭരണകൂടത്തെ നയിക്കും, ജനങ്ങൾ BJPയെ സ്വീകരിക്കും എന്നതിന്റെ ഒരു ഉദാഹരണം പാലക്കാട് തന്നെ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ കാണുന്നത് പോലെ കൃത്യമായി കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായിട്ട് BJP എന്തു ചെയ്തു എന്നുള്ള മുനിസിപ്പാലിറ്റിയുടെ ഒരു വികസന രേഖ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ ഇനി വരാൻ പോകുന്ന നാളുകളിൽ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. മാത്തൂരിലും കണ്ണാടിയിലും പിരായിരിയിലും 3 പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിൽ കർഷകരുടെ പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഈ പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ജലസാന്ദ്രതയെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചെറുതും, അത് കേൾക്കുമ്പോൾ ചെറിയതായിട്ട് തോന്നും, ഒരു 100 കുളങ്ങൾ കൂടുതൽ ഉണ്ടാകണമെന്നും ഒരു 1000 ജലസംഭരണികൾ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുമ്പോൾ ഇത് വലിയ കാര്യമാണോ എന്ന് തോന്നിയാൽ പോലും ആ ചെറിയ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടുത്തെ പാടശേഖര സമിതികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടത്തെ ടെക്നോളജിസ്റ്റുകളുമായിട്ട് നമ്മൾ സംസാരിച്ചു. ഒരു സുവർണ കോറിഡോറിന്റെ ഭാഗമായിട്ട് കേരളം മാറുമ്പോൾ അതിന്റെ പങ്കാളിത്തം ഇവിടെ നിന്ന് തമിഴ്നാടുമായി ക്ലബ്ബ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകും. അതില് പാലക്കാട് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്നുള്ളതാണ്. നമുക്കറിയാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇപ്പോ ദേശീയപാത വികസനം വരികയും ഈ സുവർണ കോറിഡോർ വരികയും ഇവിടെ ഒരു ടെക്നോളജിക്കൽ സിറ്റി ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്,
ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട്, ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന, ഇവിടുത്തെ കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന, കഴിഞ്ഞ 10-30 വർഷമായിട്ട് പൊതുപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു സ്ത്രീ പാലക്കാട് നിന്ന് പോയാൽ പോരെ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു വലിയ ഘടകമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പൊ ആ എക്സ്പീരിയൻസ് പൊതു രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. വിജയിച്ചോ, ഇപ്പോൾ ഞാൻ 9 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, ഇത് 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 2 തവണ അസംബ്ലിയിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ, അത് സൗത്തിലാണെങ്കിലും, അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ മത്സരിച്ചു, 2ാം സ്ഥാനത്ത് വന്നു. പാലക്കാട് മത്സരിച്ചപ്പോഴും 2ാം സ്ഥാനത്ത് വന്നു. ആ 2ൽ നിന്ന് ഒന്നാമത്തെ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ എന്റെ കയ്യിൽ നൽകുന്ന ഒരു പേനയുണ്ടാകും. ആ പേനയിൽ നിന്ന് ഊർന്നു വീഴുന്ന ഓരോ സിഗ്നേച്ചറുകളും പാലക്കാടിന്റെ പരിപൂർണമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയായിരിക്കും എന്ന് വാക്കുകൊടുത്തുകൊണ്ടാണ് ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭ ആയിക്കോട്ടെ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ബി.ജെ.പിയുടെ സ്വാധീനം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു, തൃശ്ശൂർ നമ്മൾ കണ്ടു. അപ്പോൾ എപ്പോഴും ബി.ജെ.പി ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വികസനമാണ്. അപ്പോൾ ആ മറ്റ് മുന്നണികൾ രണ്ടായാലും വിവാദങ്ങൾ മാത്രം മുൻനിർത്തിയാണ് അവർ ഓരോ തിരഞ്ഞെടുപ്പിനെയും നേരിടുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയെ കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, വികസന അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. കാരണം വികസനമായിരിക്കും അവർ ചർച്ച ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഫ്ലെക്സ് ബോർഡിൽ കാണുന്നത് പോലെ കേരളത്തിൽ റോഡുകൾ ഉണ്ടായി, അത് LDF വെച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്കറിയാം കേരളത്തിൽ റോഡുകൾ ഉണ്ടായത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്ററുടെ പ്രൗഢി കൊണ്ടാണ്, ആവശ്യമായിട്ടുള്ള പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ്. റെയിൽവേ വികസനം ഉണ്ടായിട്ടുണ്ട്, റെയിൽവേ വൈദ്യുതീകരണം ഉണ്ടായിട്ടുണ്ട്, റെയിൽവേ ഡബിളിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ശുഷ്കാന്തിയോടുകൂടി റെയിൽവേ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന ശ്രീമാൻ അശ്വിനി വൈഷ്ണവിന്റെ കഴിവുകൊണ്ടാണ് എന്ന് ജനങ്ങൾക്കറിയാം. ഇപ്പോൾ തന്നെ 50% വൈദ്യുതി ചാർജ് കൂട്ടിയത് UDF ആണ് എന്ന് LDF പറയുന്നു. എന്നിട്ട് LDF പറയുന്നത് ഞങ്ങൾ 30% കൂട്ടിയിട്ടുള്ളൂ എന്നാണ്. ഞങ്ങൾ പറയുന്നതല്ല. 78,000 രൂപ ഒരു വീട്ടിലേക്ക് കിട്ടുന്ന സൂര്യഘർ പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സോളാർ പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി വിഭാവനം ചെയ്ത സങ്കല്പത്തെ ഞങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റുമ്പോൾ വൈദ്യുതി ചാർജ് 0% മാറ്റാൻ സാധിക്കുമോ എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ പരിസ്ഥിതിക്ക് വേണ്ടി, വൈദ്യുതിക്ക് വേണ്ടി വികസനം ഉണ്ടാകണമെങ്കിൽ വൈദ്യുതി വേണമല്ലോ. എല്ലാം, അതായത് നാടിന്റെ സാർവത്രികമായ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള വലിയ ചർച്ചകൾ, ആ ചർച്ചകൾക്കൊടുവിൽ ചർച്ചയുടെ ഒരു റിസൾട്ട്, ആ റിസൾട്ടിനെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ബിന്ദുക്കൾ, അത് ആളുകളുമായിട്ടുള്ള ആശയ സംവാദം, അതിനെ തുടർന്ന് നമ്മൾ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു വികസന രേഖ, ഇതെല്ലാം ജനം സ്വീകരിക്കുമ്പോൾ കേരളവും മാറും, വികസനം ഉണ്ടാകും എന്നുള്ള ഒരു പോയിന്റ് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ശ്രീമാൻ നരേന്ദ്രമോദിജി പറഞ്ഞു, ഇത് ശോഭയുടെ ഗ്യാരണ്ടിയല്ല, ഇത് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഗ്യാരണ്ടിയല്ല, ഇത് ശ്രീമാൻ സുരേന്ദ്രന്റെ ഗ്യാരണ്ടിയല്ല. ഈ ഗ്യാരണ്ടി ആരുടേതാണ്? ഈ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ മോദി എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ MLA-മാരെ സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ കേരള നിയമസഭയിലേക്ക് ആളുകളെ വിടണം. എന്തുകൊണ്ടാണ് പറയുന്നത്? കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടായാൽ അവിടെ പ്രഖ്യാപിക്കുന്ന 300-ലധികം വരുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അവസരം തരണം എന്നാണ് ഞങ്ങൾ ആളുകളോട് അപേക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ക്യാമറമാൻ അഭിഷേകിനോടൊപ്പം അരുണിമ.